കുവൈത്ത് തീപിടുത്തത്തിൽ മരിച്ച എല്ലാവരെയും തിരിച്ചറിഞ്ഞിരിക്കുന്നു. 43 ഇന്ത്യക്കാരും 6 ഫിലിപ്പീൻസുകാരുമാണ് മരിച്ചത്. മരിച്ച 14 മലയാളികൾ പത്തനംതിട്ട, കൊല്ലം, കോട്ടയം, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം സ്വദേശികളാണ്. സുരേഷ് വെള്ളിമുറ്റം വിവരങ്ങളുമായി ചേരുകയാണ്. സുരേഷ്, ദുരന്തത്തിന്റെ ആ വേദന നമുക്കൊക്കെ താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഇപ്പോൾ മരിച്ച ആളുകളെയൊക്കെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി നേരിട്ട് ദുരന്തമുഖത്തേക്ക് എത്തുന്നുണ്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം. ആളുകളെ നാട്ടിലേക്ക് മൃതദേഹം എത്തിക്കുന്ന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഒക്കെയും എങ്ങനെയാണ്? അക്ഷയ, ഏതായാലും ആദ്യം മരണവിവരങ്ങൾ തന്നെ നമുക്ക് പങ്കുവെക്കാം. 14 മലയാളികളുടെ പേര് വിവരങ്ങളാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇനിയും ഈ സംഖ്യ ഉയർന്നേക്കും എന്നുള്ളതാണ് നമ്മളെ ആശങ്കപ്പെടുത്തുന്ന ഒരു കാര്യം. ഒരുപക്ഷെ ഏറ്റവും ചുരുങ്ങിയത് 20 മലയാളികൾ, ഏറ്റവും കൂടിയാൽ 26 മലയാളികൾ. അതാണ് ഇപ്പോൾ ലഭിക്കുന്ന കെട്ടിട ഉടമയിൽ നിന്നും അതോടൊപ്പം തന്നെ കമ്പനി ഉടമകളിൽ നിന്നുമൊക്കെ, കമ്പനി ഉദ്യോഗസ്ഥരിൽ നിന്നുമൊക്കെ, HR വിഭാഗത്തിൽ നിന്നുമൊക്കെ മനസ്സിലാകുന്നത്. അങ്ങനെയാണ്. വളരെ ആശങ്കപ്പെടുത്തുന്ന ഒരു കണക്കിലേക്ക് മലയാളികളുടെ മരണസംഖ്യ പോയേക്കാമെന്നാണ് നമ്മൾക്ക് അറിയാൻ കഴിയുന്നത്. നിലവിൽ 49 പേർ മരിച്ചതിൽ നേരത്തെ അക്ഷയ് സൂചിപ്പിച്ചതുപോലെ തന്നെ 43 പേർ ഇന്ത്യക്കാരും അതോടൊപ്പം തന്നെ 6 പേർ ഫിലിപ്പൈൻ സ്വദേശികളും. ഇതാണ് ഒടുവിലായി ഇവരുടെ പാസ്പോർട്ട് രേഖകളൊക്കെ വെച്ചിട്ടുള്ള ഒരു തിരിച്ചറിയൽ. പക്ഷേ ഇനിയും മൃതദേഹങ്ങൾ തിരിച്ചറിയണം. അപ്പോൾ മാത്രമേ ഇത് ആര് എന്ത് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. അതിനുള്ള പരിശോധനകളൊക്കെ, വിരലടയാളം ശേഖരിക്കുന്ന നടപടിക്രമങ്ങളൊക്കെ തന്നെ രാവിലെ പൂർത്തിയായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ കൂടെ ജോലി ചെയ്തിരുന്ന ആളുകൾ, സുഹൃത്തുക്കൾ ഒക്കെ വന്ന, കമ്പനിയിലെ മറ്റു ഉദ്യോഗസ്ഥരൊക്കെ വന്ന് മൃതദേഹങ്ങൾ തിരിച്ചറിയാനുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 5 ആശുപത്രികളിലായിട്ടാണ് പരിക്കേറ്റവരെയും മരിച്ചവരെയും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഈ പല ഇടങ്ങളിലായി പോയി വേണം. ഒരാശുപത്രിയിൽ എത്തുമ്പോൾ ഒരുപക്ഷെ അവിടെ ആളെ കണ്ടിട്ടില്ലെങ്കിൽ അടുത്ത സ്ഥലത്ത് പോകണം. അവിടെ നിന്ന് അനുമതി ലഭിച്ചിട്ട് വേണം മോർച്ചറിക്കകത്തോ അല്ലെങ്കിൽ ആശുപത്രി വാർഡിനകത്തോ അല്ലെങ്കിൽ ICUവിനകത്തോ കയറി ആളെ കാണാനും മനസ്സിലാക്കാനും. അതുകൊണ്ട് തന്നെ അടുത്ത മണിക്കൂറുകളിൽ ഈ നടപടിക്രമങ്ങളായിരിക്കും ഒക്കെ നടക്കുക. ഇന്ന് ഉച്ചയോടുകൂടി ഒരുപക്ഷെ മലയാളികളുടെ മരണസംഖ്യയിൽ ഒരു വ്യക്തതയും കൃത്യതയും വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇന്നിപ്പോൾ 4 മലയാളികളുടെ മരണമാണ് നമ്മൾ രാവിലെ സ്ഥിരീകരിച്ചത്. പത്തനംതിട്ട, അതോടൊപ്പം തന്നെ മലപ്പുറം ജില്ലയിൽ നിന്നുള്ള 2 പേർ, പുലാമന്തോൾ, തിരൂർ ഭാഗത്തു നിന്നുമുള്ള 2 പേർ. ഇങ്ങനെ 4 മരണമാണ് ഇന്ന് സ്ഥിരീകരിക്കുന്നത്. കോഴിക്കോട്, കണ്ണൂർ ജില്ലയിലെ ധർമ്മടം സ്വദേശിയുടെ മരണം, തിരൂർ കൂട്ടായി സ്വദേശി കോതപറമ്പ്, കുപ്പന്റെ പുരക്കൽ ലൂക്ക്, മലപ്പുറം പുലാമന്തോൾ സ്വദേശി, തിരുത്ത് സ്വദേശി ബാഹ്ലയൻ. ഇത് 2 പേരുമാണ് മലപ്പുറം സ്വദേശികൾ. ചങ്ങനാശ്ശേരി ഇത്തിത്താനം സ്വദേശി ശ്രീഹരി പ്രദീപാണ് കോട്ടയത്തു നിന്നും പുതിയ മരണം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കണ്ണൂർ ധർമ്മടം സ്വദേശി വിശ്വാസ് കൃഷ്ണൻ. ഈ 4 മരണങ്ങളാണ് നമ്മൾ ഇന്ന് രാവിലെ സ്ഥിരീകരിച്ചത്. ഇപ്പോൾ 14 പേരിൽ എത്തി നിൽക്കുകയാണ് മരണം. സുരേഷ്, ഇപ്പോൾ ഈ ചികിത്സയിലുള്ളവരിൽ എത്ര പേരുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത്? ഇവരൊക്കെ ഏത് ആശുപത്രികളിലായിട്ടാണ് ഉള്ളത്? ഇവരിലും മലയാളികളുണ്ടോ ഇപ്പോൾ ഗുരുതരാവസ്ഥയിൽ തുടരുന്നവരിലും? അക്ഷയ, ചികിത്സയിൽ കഴിയുന്നവരിൽ കൂടുതലും മലയാളികളാണ്. 30 പേരെയാണ് ഇന്നലെ പ്രവേശിപ്പിച്ചിരുന്നത്. 3 പേരെ ഇന്നലെ രാത്രിയോടുകൂടി ഡിസ്ചാർജ് ചെയ്തു. ശേഷിച്ച 27 പേർ 5 ആശുപത്രികളിലായിട്ടാണ് കഴിയുന്നത്. അൽ അദാൻ ഹോസ്പിറ്റൽ, അവിടെയാണ് ഏറ്റവും അധികം ആളുകൾ കഴിയുന്നത്. 10 പേരുണ്ട്. ആ 10 പേരും മലയാളികൾ തന്നെയാണ്. തോമസ് ജോസഫ് പ്രസൂൺ, റഷീദ്, ജോയൽ, ശ്രീനിവാസ്, അലക്സ്, ആനന്ദ്, സാബിർ, താഹിർ, പ്രവീൺ രാജു. ഇങ്ങനെ 10 മലയാളികൾ ഇതേ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. മുബാറക് ആശുപത്രിയിൽ 7 പേർ കഴിയുന്നുണ്ട്. അതിൽ കൂടുതൽ പേരും മലയാളികളാണ്. ബോബു, ഫൈസൽ, റോജൻ, കൃഷ്ണ, റാംകോട്ടി എനിക്ക് തോന്നുന്നു ഒന്നുകിൽ ആന്ധ്രയോ അല്ലെങ്കിൽ കർണാടകയോ ഒക്കെ ആയിരിക്കും. അവിനാഷ്, അതോടൊപ്പം നളിനാക്ഷൻ. ഇത്രയും പേർ, 7 പേര് ആ ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. പിന്നീട് ഡിസ്ചാർജ് ചെയ്തിട്ടുള്ളത് 3 പേര്. അരുൺ മോഹൻ, മുഹമ്മദ് അലി, രാജേഷ് കുമാർ. 3 പേരെ ഇന്നലെ രാത്രി ഡിസ്ചാർജ് ചെയ്തു. പിന്നീട് രോഗികളെ, ഈ പരിക്ക് പറ്റിയിട്ടുള്ളവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത് ജഹ്റ ആശുപത്രിയിലാണ്. ജഹ്റ ആശുപത്രിയിൽ 7 പേർ കഴിയുന്നുണ്ട്. അനിൽ, മത്തായി, റജി, നൌഫൽ, രഞ്ജിത്ത് ആശാരിക്കണ്ടി, ഷൈജു. ഇത്രയും പേര് ആശുപത്രിയിൽ കഴിയുന്നുണ്ട്. പിന്നീട് ഫർവാനിയ ആശുപത്രിയിൽ 1 ആൾ കഴിയുന്നുണ്ട്. ശരത്ത്. ജാബർ ആശുപത്രിയിലെ സുരേഷ് കുമാർ, ഡാനി, ജിതേന്ദ്ര സിംഗ്. ഇത്രയും പേരാണ്. ഇതിൽ ജിതേന്ദ്ര സിംഗും നേരത്തെ പറഞ്ഞിട്ടുള്ള അങ്ങനെ 2 പേർ മാത്രമാണ് മറ്റു സംസ്ഥാനക്കാർ എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും അവർ ഇനി ഏത് സംസ്ഥാനം എന്നുള്ളതൊക്കെ കൃത്യത ഇനി വരേണ്ടതുണ്ട്. 27 പേർ ഇപ്പോൾ ആശുപത്രികളിൽ, 5 ആശുപത്രികളിലായിട്ട് കഴിയുന്നുണ്ട്.
മറ്റ് നടപടിക്രമങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ ഇനിയിപ്പോൾ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുള്ള ആളുകളെ നാട്ടിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങൾ, മറ്റു വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഇടപെടൽ, അത്തരത്തിലുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? അല്പസമയത്തിനകം ഏതാണ്ട് 1 മണിക്കൂറിനകം കുവൈറ്റിൽ എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കുവൈറ്റിൽ എത്തിയതിനു ശേഷം വിദേശകാര്യ സഹമന്ത്രിയും കീർത്തിവർദ്ധൻ സിംഗ് എത്തിയതിനു ശേഷമായിരിക്കും മൃതദേഹം കൊണ്ടുപോകുന്നത് അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനവും നടപടികളുടെ വേഗത കൂട്ടലുമൊക്കെ ഉണ്ടാക്കുക. ഏതായാലും ഇപ്പോൾ മൃതദേഹങ്ങളെല്ലാം ഒരേ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിട്ടുള്ളത്. കാരണം നടപടിക്രമങ്ങൾ സൗകര്യപ്രദത്തിൽ വേഗത്തിൽ നടപ്പാക്കാനും ഉദ്യോഗസ്ഥർക്കെല്ലാം ഒരേ കേന്ദ്രത്തിൽ നിന്ന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും മരണ സർട്ടിഫിക്കറ്റ്, പോലീസ് വെരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ ഒറ്റ കേന്ദ്രത്തിൽ നിന്ന് നൽകാനും വേണ്ടിയിട്ട് മൃതദേഹങ്ങളെല്ലാം ഒരേ സ്ഥലത്താണ് സൂക്ഷിച്ചിട്ടുള്ളത്. പിന്നീട് ഇദ്ദേഹം മന്ത്രി എത്തിയതിനു ശേഷം അദ്ദേഹം ആദ്യം എംബസി ഉദ്യോഗസ്ഥരുമായി ഒരു പ്രാഥമിക കൂടിക്കാഴ്ചകൾ നടത്തും. അതിനുശേഷം ആശുപത്രിയിൽ കഴിയുന്നവരെ സന്ദർശിക്കും. പിന്നീടാണ് കുവൈറ്റ് ആഭ്യന്തര മന്ത്രാലയവും അതോടൊപ്പം ആരോഗ്യ വിദഗ്ധരും ഉദ്യോഗസ്ഥരും ഒക്കെ ആയിട്ടുള്ള കൂടിക്കാഴ്ച നടത്തുക. ആ കൂടിക്കാഴ്ചകളിലാണ് മൃതദേഹം കൊണ്ടുവരുന്ന കാര്യത്തിൽ അന്തിമമായിട്ടുള്ള ഒരു സമയക്രമം മനസ്സിലാക്കാൻ നമുക്ക് കഴിയുക. തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ ഏതാണ്ട് 26 മൃതദേഹങ്ങളാണ്. ഇനിയും 23ഓളം മൃതദേഹങ്ങൾ തിരിച്ചറിയാനുണ്ട് ആരുടേതാണ് എന്ന്. അപ്പോൾ ആ മൃതദേഹങ്ങൾ തീർച്ചയായിട്ടും അത് തിരിച്ചറിഞ്ഞ എല്ലാം ഒരുമിച്ചാണോ കൊണ്ടുപോകുക, അതോ തിരിച്ചറിഞ്ഞിട്ടുള്ള മൃതദേഹങ്ങൾ വേഗത്തിൽ കൊണ്ടുപോകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഏതായാലും വ്യോമസേനയുടെ വിമാനത്തിലായിരിക്കും മൃതദേഹങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എല്ലാ മൃതദേഹങ്ങളിലും ഒരുമിച്ച് ഒരേ വിമാനത്തിൽ കൊണ്ടുവരിക, അത് ഡൽഹിയിലോ ബോംബെയിലോ എത്തിച്ച് അവിടെ നിന്നും മറ്റ് ആഭ്യന്തര വിമാനങ്ങളിൽ അതത് സ്ഥലങ്ങളിലേക്ക്, അതത് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുപോകുക. അതിനാണ് കൂടുതൽ സാധ്യത ഇപ്പോൾ കാണുന്നത്. പക്ഷേ അദ്ദേഹം ഇവിടെ എത്തി കുവൈറ്റിലെ ഇന്ത്യൻ എംബസി അധികൃതരുമായൊക്കെ ചർച്ചകൾ നടത്തിയതിനു ശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുകയുള്ളൂ. മൃതദേഹം ഇന്ന് തന്നെ കൊണ്ടുപോകാനാണ് കൂടുതൽ സാധ്യത. കാരണം നാളെ ഇവിടെ അവധി തുടങ്ങുന്നുണ്ട്. ബലിപെരുന്നാളിന്റെ അവധി നാളെ തുടങ്ങുകയാണ്. മറ്റന്നാൾ അറഫ സംഗമമാണ്. അതിനുശേഷം ബലിപെരുന്നാളും പിന്നീട് ഏതാണ്ട് ചൊവ്വാഴ്ച വരെ ആ അവധി നീണ്ടു നിൽക്കുകയും ചെയ്യും. ഈ അവധിയൊന്നും ഇത്തരം നടപടിക്രമങ്ങളെ ബാധിക്കില്ല എന്ന് ഇന്ത്യൻ എംബസിയും സൗദി അധികൃതരും അറിയിക്കുന്നുണ്ട്. എങ്കിൽ പോലും അതിനു മുൻപ് തന്നെ പരമാവധി മൃതദേഹങ്ങൾ ഇവിടെ നിന്നും ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പൊ ശ്രമിക്കുന്നത്.